ക്യാൻസർ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ഞെടുങ്ങൽ വരുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഈ വാക്ക് ഇപ്പം ഒട്ടുമിക്കയിടങ്ങളിലും നമ്മളൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ആ 10 ഫാമിലീസിൽ അവരുടെ 10 ഫാമിലീസിൽ ഒരു 2ഓ 3ഓ ഫാമിലിയിലെങ്കിലും ഒരാളെങ്കിലും ക്യാൻസർ ഇല്ലാത്തവർ ഇല്ല. ചുരുക്കം ചിലർ മാത്രം അങ്ങനെയുള്ളൂ. അപ്പം അത്തരത്തിൽ ക്യാൻസർ എന്നുള്ള സംഭവം ചുറ്റുവട്ടമുള്ളപ്പം ഏതൊരു മുഴ കണ്ടാലും ഏതൊരു തടിപ്പ് കണ്ടാലും സ്വാഭാവികമായിട്ട് നല്ല രീതിയിലൊരു പേടിയും ഭയമൊക്കെ വരും. അത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബ്രസ്റ്റിൽ മുഴകൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഒരു പേടിയാണ് വരിക, ഇത് ക്യാൻസർ ആണോ എന്ന്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മുഴകളും അല്ലെങ്കിൽ എല്ലാ തടിപ്പുകളും ക്യാൻസർ ആകണം എന്നില്ല. ക്യാൻസർ ആയേക്കാം, പക്ഷെ ക്യാൻസർ ആകണം എന്നില്ല. പലപ്പോഴും ബ്രസ്റ്റിലെ മുഴകൾ സിമ്പിളായിട്ടുള്ള ഫൈബ്രോഡിനോമ, ചെറിയ തടിപ്പുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ ട്രോമയോ എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുണ്ടായ ഒരു ചെറിയ നീർവീഴ്ചയിൽ നിന്ന് വരുന്ന ചെറിയ തടിപ്പുകളാവാം. ചിലപ്പോൾ വെറും സിസ്റ്റിക് ആയിട്ടുള്ള സ്വെല്ലിങ്സ് ആവാം. ബ്രസ്റ്റിന് ചുറ്റുവട്ടമുള്ള ഏതെങ്കിലും കഴലകളിൽ വരുന്ന വീക്കത്തിൻ്റെ റിഫ്ലക്ഷൻസ് ആവാം ബ്രസ്റ്റിലെ തടിപ്പുകൾ. പലപ്പോഴും ഈ ചെറിയ ചെറിയ മുഴകൾ ചില കുട്ടികളിൽ, ചില പെൺകുട്ടികളിൽ പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരിക. പീരിയഡ്സ് വരുമ്പോൾ ബ്രസ്റ്റിന് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും, ഭയങ്കര ഭാരം ഫീൽ ചെയ്യും. അവിടെ എന്നിട്ട് നമ്മൾ അവർ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ മുഴകൾ ഉണ്ടാവാം. മറ്റു ചിലരിൽ പ്രഗ്നൻസി സമയത്തായിരിക്കും ഇത്തരത്തിലെ മുഴകൾ കാണപ്പെടുന്നത്. ചിലരിൽ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തായിരിക്കും. ഫീഡിങ് പ്രോപ്പർ അല്ലെങ്കിൽ ചെറിയ ആബ്സസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സിസ്റ്റിക് സ്വെല്ലിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബിനൈൻ ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്വെല്ലിങ്സിനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിനെ അസോസിയേറ്റ് ചിലപ്പോൾ വേദനകൾ കാണും. വേദനകൾ ഉള്ള ബ്രസ്റ്റ് സ്വെല്ലിങ്സ് യൂഷ്വലി ട്യൂമേഴ്സ് ബിനൈൻ ആയിരിക്കും, അതായത് ക്യാൻസറസ് ആവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പം പെയിൻ ഉള്ള ഒരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ അത് ഇതുപോലെ ചെറിയ ഫൈബ്രസ് സ്വെല്ലിങ്സോ സിസ്റ്റിക് സ്വെല്ലിങ്സോ ഫൈബ്രോയിഡ്നോമയോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ചിലത് നമുക്ക് സർജിക്കൽ തന്നെ എക്സിഷൻ ചെയ്ത് തന്നെ മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട്. അത് അതിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ്. വലിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ അത് എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു സർജറിയിലൂടെ അത് റിമൂവ് ചെയ്യുക. പക്ഷേ സാമാന്യം ചെറിയ സൈസുള്ള തടിപ്പുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ട്യൂമേഴ്സ് നമുക്ക് ഇൻറ്റേർണലി മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. പിന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് വരാറുണ്ട്. ഫാറ്റ് ഗ്ലോബ്യൂൾസ് പോലെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് പലരിലും കാണാറുണ്ട്. അതിനൊരു കാരണം അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്നുള്ളൊരു കാരണത്താലും ചെറിയ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് പോലത്തെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ബ്രസ്റ്റിൽ കാണാം. അതും ബിനൈൻ സ്വെല്ലിങ്സ് തന്നെയാണ്. അവയും നമുക്ക് ഇൻറ്റേർണലി മെഡിസിൻസ് കഴിച്ചും പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേണും എക്സസൈസ് പാറ്റേണും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോർമലാക്കിയെടുക്കാം. ഒരു സ്ത്രീ തന്നെ ആയിരിക്കും ആദ്യം അവരവരുടെ ബ്രസ്റ്റിലെ തടിപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഉള്ള സാധ്യത. അപ്പം ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. പല വീഡിയോസും നമ്മൾ കാണാറുണ്ട് എങ്ങനെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ ചെറിയ തടിപ്പുകൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് കാണപ്പെട്ടാൽ അപ്പം തന്നെ അത് ക്യാൻസർ ആണ് എന്ന് ചിന്തിക്കേണ്ട. അതിനെ സാധാരണ ബിനൈൻ ട്യൂമേഴ്സ് എന്ന രീതിയിൽ കണക്കാക്കാം. ബിനൈൻ എന്ന് വെച്ചാൽ അത് ക്യാൻസറസ് അല്ലാത്ത സാധനം. പക്ഷെ എന്ത് വന്നാലും ബ്രസ്റ്റിൽ വരുന്ന തടിപ്പുകളുടെ കൂടെ ചുറ്റുവട്ടത്തുള്ള കഴലകൾക്ക് വീക്കമോ നിപ്പിളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജോ ഏതെങ്കിലും തരത്തിലുള്ള വ്രണങ്ങളോ ഉണങ്ങാൻ താമസം വരുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെ അത് ക്യാൻസർ അല്ല എന്ന് സ്ക്രീൻ തന്നെ ചെയ്യണം. എന്നാലും ബ്രസ്റ്റിൽ വരുന്ന എല്ലാ മുഴകളും ഒരിക്കലും ക്യാൻസർ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് കുറേ ടെസ്റ്റുകളുണ്ട്. ആദ്യമേ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ബ്രസ്റ്റ് ട്യൂമർ മാർക്കേഴ്സിൻ്റെ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തടിപ്പുകൾ ബിനൈൻ ആണോ അല്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ സാധാരണഗതിയിൽ ഒരു 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റും ഈ തടിപ്പുകൾ ക്യാൻസറസ് തടിപ്പുകളാണോ അല്ലയോ എന്നുള്ളത്. 35 വയസ്സിന് താഴെ സാധാരണഗതിയിൽ നമ്മൾ മാമോഗ്രാം ഇല്ലാത്തത് കൊണ്ട് തന്നെ USG എടുക്കുകയോ ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ക്യാൻസറസ് അല്ലാത്ത മുഴകളായതുകൊണ്ട് അത് വെറുതെ വിടണം എന്നല്ല അർത്ഥം. ക്യാൻസറസ് അല്ലാത്ത മുഴകൾ പോലും നമ്മൾ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ക്യാൻസർ അല്ലാത്ത മുഴകൾ പോലും ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ ഒരു മുഴയുടെ പുറത്തൊരു ഇഞ്ചുറി ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടൽ വീണു എന്നെങ്കിൽ അത് ക്യാൻസറസ് ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറസ് അല്ല, ബിനൈൻ ആയിട്ടുള്ള തടിപ്പുകളാണ് ബ്രസ്റ്റിൽ കാണപ്പെടുന്നത് എങ്കിൽ പോലും അത് പ്രോപ്പർ ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷനോടെ പ്രോപ്പറായിട്ട് മെഡിസിൻസ് കഴിച്ച് അത് ടോട്ടലി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും.